നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. റീസെയിൽ വാല്യൂ ആണ് ഏറ്റവും കൂടുതൽ നമ്മളൊരു വാഹനം മേടിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം. അതായത് ആ വാഹനം നാളെ ഒരു സമയത്ത് നമ്മൾ വിൽക്കുന്ന സമയത്ത് എന്ത് വില കിട്ടും, അതായത് എത്ര കൂടുതൽ പ്രൈസ് നമുക്ക് കിട്ടും. ഇതാണ് നമ്മൾ മെയിനായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം. ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബോഡി വർക്കോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും, അതായത് റീസെയിൽ വാല്യൂവിനെ അത് ബാധിക്കുമോ? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്നത് ജയകൃഷ്ണൻ വി പിള്ളയാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: എൻ്റെ ഓൾട്ടോ ബമ്പർ പൊട്ടിയിരിക്കുകയാണ്, ഫുൾ കവർ ഇൻഷുറൻസ് ആണ് ഉള്ളത്, വണ്ടി സെയിൽ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഇപ്പോൾ ഈ ബമ്പർ ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്ത് എടുക്കുന്നതാണോ പുറത്ത് സ്വന്തം ക്യാഷിന് ചെയ്യുന്നതാണോ റീസെയിൽ വാല്യൂവിന് നല്ലത്? നല്ലൊരു ചോദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ പുറത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിപ്പം റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഇൻഷുറൻസിൽ നമ്മളൊരു ക്ലെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഷുറൻസിൽ ഒരു ക്ലെയിമും കൂടെ കയറും, അതായത് ഇൻഷുറൻസിൽ ക്ലെയിം കയറും എന്നുള്ളതാണ് അതിനകത്ത് വരുന്നൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബമ്പർ മാറി പെയിൻ്റ് അടിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം വൈറ്റ് കളറാണെങ്കിൽ ഏത് കളറാണെന്നോ ഏത് വർഷത്തെ വാഹനമാണെന്ന് പറയുന്നില്ല. ഞാൻ ഒരു അപ്രോക്സിമേറ്റ് ഒരു ഓൾട്ടോ ഒരു ഓൾട്ടോയുടെ സെഗ്മെൻറ്റ് വെച്ച് ഞാൻ ജസ്റ്റ് പറയുകയാണ്. ഏകദേശം ഓൾട്ടോയുടെ ബമ്പർ ഒരു 2000 രൂപയ്ക്കകത്ത് പെയിൻറ്റ് ചെയ്യുന്നതിന് വരുന്ന സമയത്ത് വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 400 അല്ലെങ്കിൽ ഒരു 5 രൂപ പ്രതീക്ഷിക്കാം. ഒരു 7000 രൂപയ്ക്ക് താഴെ അത്രയും വരത്തില്ല, എന്നാലും ജസ്റ്റ് ഞാൻ കുറച്ച് കൂട്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ച് നമ്മൾ ക്യാഷ് മുടക്കി ചെയ്യുന്നതിന് കഴിഞ്ഞ് നല്ലത് ഇൻഷുറൻസ് ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം പകുതി പൈസ നമ്മുടെ കയ്യിൽ നിന്ന് വരത്തുള്ളൂ. ഏതായാലും നാളെ വാഹനം കൊടുക്കാനുള്ള പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ അത്രയും പൈസ മുടക്കി ആ ഒരു റിപ്പയർ ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും ആവശ്യപ്പെടത്തില്ല. ഇൻ കേസ് അത് ക്ലെയിമിൽ വന്നാൽ പോലും, അതായത് ക്ലെയിമിൽ വന്നത് ഹിസ്റ്ററിക്കകത്ത് വന്നാൽ പോലും അതിനകത്ത് വേറെ വിഷയമൊന്നും വരാനില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ബമ്പർ തട്ടി പൊട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സീനുള്ള കേസല്ല, മീൻസ് അത് വലിയ മേജർ ഇഷ്യൂ അല്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്യുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും റീസെയിൽ വാല്യൂവിനെ അധികം ബാധിക്കത്തില്ല. റീസെയിൽ വാല്യൂവിന് എപ്പോഴാണ് അത് ബാധിക്കുന്നത് ചോദിച്ചാൽ മേജറായിട്ട് വരുന്ന ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ, അതായത് മേജർ ആക്സിഡൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല രീതിക്ക് ഒരു ഫ്രണ്ട് ഹിറ്റ് ഉണ്ടായി, അത് റേഡിയേറ്ററിന് ഇടിച്ചു, എഞ്ചിൻ സൈഡിലോട്ട് പ്രശ്നങ്ങൾ വന്നു, ഇങ്ങനെയൊക്കെ വരുന്നതാണ് മേജർ ഹിറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിക്കി ബമ്പർ ഇനി ഉള്ളിലോട്ട് പിന്നെയും കയറുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെയെന്ന് പറയുമ്പോൾ നമുക്ക് മേജർ ആക്സിഡൻ്റ് ആയിട്ട്, അത് ബാക്ക് സൈഡിലെ ആക്സിൽ അല്ലെങ്കിൽ ഷോക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയുന്നത് ഒരു മേജർ ആക്സിഡൻ്റ് ആണ്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതിപ്പോൾ പുറത്ത് ചെയ്യുന്ന പറഞ്ഞാലും കമ്പനിയിൽ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതായത് ഒരു വാഹനത്തിൽ ഡെൻറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതുകൊണ്ട് അവിടെ ഒന്നും നമുക്ക് ഹൈഡ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ കമ്പനിയിൽ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എപ്പോഴും റെക്കോർഡിക്കലായിട്ടുള്ള ഹിസ്റ്ററി കാണും. ഈ ചെയ്തതിനുള്ളൊരു എന്താ പറയുന്നത് ഒരു ഗ്യാരണ്ടി നമുക്ക് അവിടെ നിന്ന് കിട്ടും. കാരണം നാളെ ഒരു സമയത്ത് എന്തെങ്കിലും പ്രശ്നം വന്നാലും നമുക്ക് അവർ പോയി ചോദിക്കാനുള്ളൊരു അധികാരമുണ്ട്. എന്നാൽ പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം, ആ ഒരു രീതി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൂടെ നമുക്ക് അവിടെ ഉണ്ടാകുന്നുണ്ട്. അതൊരു കഴിവതും ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും ക്ലെയിമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ചെയ്ത് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അതുമാത്രമല്ല വാഹനം സെയിൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, വിൻഷീൽഡ് ഗ്ലാസ് ഒക്കെ മാറുകയാണെങ്കിൽ വാഹനത്തിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ നമുക്കൊരു റീസെയിൽ വാല്യൂ കുറയുമെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ഗ്ലാസ് ഒക്കെ എന്തെങ്കിലും തേങ്ങയോ അങ്ങനെയൊക്കെ വീണ്, അല്ലാതെ ഒരു ആക്സിഡൻറ്റിലല്ല, എന്തെങ്കിലും വീണ് പൊട്ടുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് റിമാർക്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഉറപ്പായിട്ടും നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളിപ്പോൾ ഒരു ക്ലെയിമോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ഒരു റിമാർക്സ് കൊടുത്ത് തന്നെ അവരോട് ക്ലോസ് ചെയ്ത് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടണം.